വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. മോള് മമ്മിയെ കണ്ടിട്ടുണ്ടോ? ഞാൻ കുഞ്ഞിലെ കണ്ടിട്ടുള്ളൂ. കുഞ്ഞിൽ എൻ്റെ മാമോദീസയൊക്കെ മുങ്ങിയിട്ട് മമ്മി അപ്പം തന്നെ പോയി. എനിക്ക് ഇനിയും ഭയങ്കര കൊതിയുണ്ട് എനിക്ക് മമ്മീനെ കാണുന്നു. എൻ്റെ മമ്മീനെ രക്ഷിച്ച് പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്ത് കൊണ്ടുപോയി തരണം. എനിക്ക് കാണാൻ ഭയങ്കര കൊതിയുണ്ട്. മമ്മി, ഞാൻ പപ്പയോട് ചോദിക്കും, മമ്മി എന്നാ വന്നതൊക്കെ ചോദിക്കാറുണ്ട്. മമ്മീനെ ജയിലിൽ നിന്ന് പെട്ടെന്ന് തന്നെ മമ്മീനെ കൊണ്ടുവന്നു. വൈഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ ഒന്നിച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടമായിരുന്നു ഈ ഏകദേശം 2015 മുതൽ ഇന്ന് വരെയുള്ളത്. നമുക്ക് അതിന് സാധിച്ചില്ല. അതെന്താണെന്നറിയില്ല. കാരണം ദൈവ നിശ്ചയമാണോ എന്നുള്ളത് നമുക്കറിയില്ല, അല്ലെങ്കിൽ നമ്മുടെ സമയദോഷമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഞങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങാമെന്നുള്ളത്. അതിൽ ഞങ്ങൾക്ക് ലൈസൻസ് എടുത്ത് തരാൻ വേണ്ടി ഒരാളെ നമുക്ക് നോക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു 2 മാസം 2.5 മാസത്തിനുള്ളിൽ തന്നെ ഒരാളെ പറഞ്ഞു. ഞാൻ അറിയുന്നൊരു വ്യക്തിയാണ്. അവളും കൂടുതൽ അറിയുന്നതാണ്. കാരണം ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് വരുന്ന അവൻ്റെ വൈഫും അവനും പിള്ളേരും ചേട്ടനും വൈഫും പിള്ളേരും എല്ലാം അവിടെ വരുന്നവരാണ്. ഞാനും ആ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നതാണ്, ഞാനും കുഞ്ഞൊക്കെ. പിന്നെ 8 മാസം കഴിഞ്ഞ് വൈഫിൻ്റെ അഗ്രിമെൻറ്റ് കഴിഞ്ഞപ്പോൾ അവൾ വരുന്നു. അതിന് മുമ്പ് ഞങ്ങളിങ്ങനെ ഒരു ക്ലിനിക്കിനെ പറ്റി ആലോചന നടത്തി. ഞങ്ങളെടുത്ത തീരുമാനം, എൻ്റെ പണം അതുകൊണ്ട് ഞാൻ കടങ്ങളെല്ലാം വാങ്ങി അങ്ങനെ ഒരു ക്ലിനിക്ക് തുടങ്ങുകയും തുടങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ കുറച്ച് പൈസ കൂടെ തികയാതെ വന്നപ്പോൾ ഞാനും എൻ്റെ കുഞ്ഞും കൂടെ പുറകെ 1 മാസം കൂടെ കഴിഞ്ഞ് പോകാനിരിക്കുകയായിരുന്നു. ഞാൻ ലാസ്റ്റ് 2015 മാർച്ച് മാസത്തിൽ തന്നെ പൈസ ബാക്കിയുള്ളതെല്ലാം ക്ലിയർ ചെയ്ത് അയച്ചു കൊടുക്കുകയും ബാങ്ക് വഴി ഞാൻ അയച്ചു കൊടുക്കുകയും അതിനുശേഷം അയച്ചു കൊടുത്തിട്ട് വിവരം ഞാൻ അവിടെ ധരിപ്പിക്കുമ്പോഴാണ് അവിടെ യുദ്ധം തുടങ്ങി എന്ന് പറയുന്നത്. അന്ന് ഇവിടെ റിസൾട്ട് വന്നിട്ടില്ല, നമ്മുടെ ഇന്ത്യയിൽ അറിഞ്ഞിട്ടില്ല, നമ്മുടെ കേരളത്തിനൊന്നും ന്യൂസ് വന്നിട്ടില്ല. പിറ്റേ ദിവസം പറഞ്ഞു എന്നാൽ പിന്നെ നാളെ തന്നെ എത്തിക്കോളും എന്ന് പറഞ്ഞ് ഓക്കെ, പിറ്റേ ദിവസം രാവിലെ അത് ചാനലിൽ വരികയും ചെയ്തു. അപ്പോൾ അതിനുശേഷം അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത്രയും കഷ്ടപ്പെട്ട് പൈസയൊക്കെ ഉണ്ടാക്കി ഒന്നിച്ച് ജീവിക്കാം എന്നൊരു തീരുമാനം ഞങ്ങൾ എടുത്തിരുന്നത്. അപ്പോൾ കുഞ്ഞിനെയും നമ്മുടെ കൂടെ തന്നെ ഇരുന്ന് അപ്പൻ്റെ അമ്മയുടെ കൂടെ തന്നെ നടത്തുകയും ചെയ്യാം എന്നുള്ള രീതിയിൽ ഞങ്ങളന്ന് ഈ ഒരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്തത്. മമ്മി ഫോൺ ചെയ്യാറുണ്ടോ? വീഡിയോ കോൾ ചെയ്യാറുണ്ടോ? ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ വീട്ടിലല്ല, ഞാൻ ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയായതുകൊണ്ട് എപ്പോഴും വിളിക്കാൻ പറ്റില്ല. പപ്പ ഇടയ്ക്ക് എന്നെ വിളിക്കും. പിന്നെ മമ്മീനെ വിളിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ വിളിക്കാറില്ല. വീട്ടിൽ വരുമ്പോൾ വിളിക്കാറ്. മമ്മി ഫോൺ ചെയ്യുമ്പോൾ കരാറുണ്ടോ? മോളെ കാണുന്നില്ല. ഒരു കണ്ണൊക്കെ നിറയും. പിന്നെ വിളിക്കുമ്പോൾ എന്നാ വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും സങ്കടം വരും, പക്ഷേ പറയാറ്. കുറേയൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നായിരുന്നു. കാരണം ഫോൺ അധികം കൊടുക്കില്ലായിരുന്നു. അതായത് ഈവൻ ഫസ്റ്റ് ടൈമിലൊരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു 2-3 മാസമൊക്കെ കഴിഞ്ഞ ശേഷമാണ്. പക്ഷെ ഞാനുള്ള സത്യം തുറന്നു പറയാം, ഈ ദലാൽ എന്ന് പറഞ്ഞ ആളുടെ പേരിലല്ല ലൈസൻസ് ഓൾറെഡി എടുത്തിരിക്കുന്നതാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ പഴയ ഹോസ്പിറ്റലിൻ്റെ ഓണർ അബ്ദുൽ ലത്തീഫ് എന്ന് പറഞ്ഞ ആളുടെ പേരിലാണ് എടുത്തേക്കുന്നതാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. പിന്നെ എൻ്റെ ഇടയ്ക്ക് അവൻ കുറേ തിരിമറികളൊക്കെ നടത്തിയിരുന്നു. ഞങ്ങളൊരു ഹുണ്ടായിട്ട് സെന്റ് കാറ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനങ്ങ് ചെത്തിയില്ല, പക്ഷേ വൈഫിന് പറഞ്ഞ് കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ട് അതിന് വാങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് സാധനങ്ങൾ മേടിക്കാനും പോകാനൊക്കെ ആയിട്ട് ഇത് വേണം. അപ്പോൾ ആ വണ്ടി ഫസ്റ്റ് ടൈമിലൊക്കെ ഇവനെ ഓടിച്ചിട്ടുണ്ട്. പിന്നെ മെഡിസിൻ മേടിക്കാൻ നേരത്തൊക്കെ പൈസ കൊടുത്ത് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടൈമിലൊക്കെ കൊടുക്കും, പിന്നെ സെക്കൻഡ് ടൈമിലൊന്നും കൊടുക്കാറില്ലായിരുന്നു. പക്ഷേ വൈഫ് അറിയുന്നില്ല. പിന്നെ പിന്നീട് പറഞ്ഞറിഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അവൻ ഈ പൈസ മുഴുവനും ഒരു സമയത്ത്, അതായത് ജസ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു 2 മന്തിനുള്ളിലാണ് തോന്നുന്നത്, 10 മന്താണെന്നും അറിയില്ല. പൈസ പ്രാവശ്യം എടുക്കാൻ ചെന്നപ്പം വൈകുന്നേരം ക്യാഷോട് ചോദിച്ചപ്പോൾ പൈസ ഇല്ല. ഇത് ചോദിച്ചപ്പോൾ അവനെടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ അവനെടുക്കാൻ കാരണം, അവനിപ്പോൾ അവനെടുത്തപ്പോൾ എന്താണ് കുഴപ്പമെന്ന് ക്യാഷോട് ചോദിക്കുന്നത്. കാരണം അപ്പോൾ ഭാര്യം പെടുത്താവില്ലേ, അപ്പോൾ എന്താ കുഴപ്പം? കാരണം അതുപോലെയാണ് അവനോട് പറഞ്ഞു വെച്ചിരുന്നതെന്നാണ് വൈഫ് പറഞ്ഞത്. പക്ഷേ എൻ്റെ ഫോട്ടോയും വൈഫിൻ്റെ ഫോട്ടോയും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവൻ്റെ ഫോട്ടോ കയറ്റി വെച്ചിട്ടുള്ള ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. അത് എൻ്റെ വൈഫ് തന്നെ അവിടെ നിന്ന് അയച്ചു തന്നേക്കുന്നത്. പിന്നെ വൈഫ് കേസ് കൊടുത്ത് ജയിലിൽ പല സമയത്തും ജയിലിൽ പോയി ഉണ്ടായിരുന്നു. ഈ എൻ്റെ വൈഫ് പറയുന്നത് ശരിയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആളെ വിട്ട് തന്നെ ഞാൻ അന്വേഷണം നടത്തി. എനിക്ക് വീഡിയോ സഹിതമാണ് എനിക്ക് ലഭിച്ചത്. അത് 2015 മരിക്കുന്നതിൻ്റെ കുറേ മാസങ്ങൾക്ക് മുമ്പ് തന്നെ. ഞങ്ങൾ 2017 ജനുവരി മുതൽ മരിക്കുന്നതിൻ്റെ 1.5 ആഴ്ച മുമ്പ് വരെ ഞങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിനായിരുന്നു. പക്ഷേ ഞാനൊക്കെ അതിന് മുമ്പ് ഇടയ്ക്കുള്ളൂ, പക്ഷേ ഇത് തുടർച്ചയായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പോലും ചെയ്യില്ല. അപ്പോൾ അതിന് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ എന്നെ നാട്ടിലേക്ക് വിളിക്കാൻ അനുവദിക്കില്ല, പാസ്പോർട്ട് പിടിച്ചു വെച്ചിരുന്നു. മരണം സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വൈഫ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കുമ്പം വൈഫ് മരിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ പണം മുഴുവൻ ഇവൻ തട്ടിയെടുക്കുകയും എൻ്റെ ഭാര്യയാണെന്ന് ഇവൻ പറഞ്ഞ് പരത്തുകയും അതിനെതിരെ ഇവിടെ കൊണ്ട് കേസ് കൊടുത്തപ്പം അതിന് തെളിവ് കാണിക്കാൻ വേണ്ടി ഇവരെ രണ്ടുപേരും പിടിച്ച് ഫസ്റ്റ് ടൈമേ ജയിലിലിടുകയും 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് ശരിയോ തെറ്റെന്ന് ഞാൻ അറിഞ്ഞ ആളും കൊണ്ട് ഞാൻ ഇവിടെ ഉണ്ട്.
അപ്പം യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ എല്ലാ ഇന്ത്യൻസും കയറി പോകുന്നു, എല്ലാ മറ്റേ എംബസിക്കാരും രാജ്യക്കാരും പോകുന്നു, ഞാൻ അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യം ആണ് മുതലെടുത്തതെന്നുള്ളതാണ് ഇവൻ പറയുന്നത്, എൻ്റെ വൈഫ് പറയുന്നത്. കാരണം വെച്ചാൽ ഇവിടെ കൊണ്ട് കേസ് കൊടുത്തിട്ട് ജയിലിലിട്ടാലും കുറച്ച് ദിവസം കഴിഞ്ഞ് വരും, വീണ്ടും ഇതുപോലെ തന്നെ പോവും, കേസ് കൊടുക്കും, വരും, ഉപദ്രവിക്കും. എന്തായാലും ഞാൻ കണ്ടിട്ടുണ്ട് കയ്യിൽ ഇങ്ങനെ ഒരു 9 സ്റ്റിച്ചും 9 സ്റ്റിച്ച് ഉള്ളിലും 11 സ്റ്റിച്ച് പുറത്തു വന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു സംഭവം എന്നോട് വൈഫ് പറഞ്ഞിട്ട് ഏതാണ്ട് 2015-16 കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ സംസാരിക്കാനും വീഡിയോ കോൾ ചെയ്യാനൊക്കെ സാധിച്ചിട്ട് ഇപ്പോൾ ഒരു 3 വർഷങ്ങളെടുത്താവും. ഇതെല്ലാവർക്കും അറിയത്തില്ല. ഞങ്ങൾ തമ്മിൽ നിരന്തരം 2 ദിവസം കൂടുമ്പോൾ 3 ദിവസം കൂടുമ്പോൾ ഞങ്ങൾ വിളിക്കാറുണ്ട്, വീഡിയോ കോൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ആഡിയോ കോളോ മെസ്സേജ് ഓൾറെഡി ഉണ്ട്. അപ്പം ഞങ്ങൾ എന്നും അന്നന്ന് നടക്കുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ ഞാൻ അറിയുന്നുണ്ട്. പക്ഷേ പേപ്പറിലൊക്കെ വേറെ രീതിക്ക് വരുന്നു. അതൊക്കെ എനിക്കൊരു ദുഃഖങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട്, അത് മറ്റുള്ളവർക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ചാനലിലോ പേപ്പറിലോ വന്ന കഥയല്ല എന്ന് ഞാൻ 100% ഞാൻ പറയുന്നു. ഒരാളുടെ ജീവൻ പോയാലും പങ്കാളിത്തം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മനസ്സേച്ച് കുത്തിവെച്ചപ്പോൾ അതിൻ്റെ ഡോസ് കൂടി 2ാമത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനും വേറെ ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെ വന്നപ്പോഴത്തേക്കും സൈഡ് എഫക്റ്റ് ഒന്ന് ശ്വാസം മുട്ടി മരിച്ചെന്നുള്ളതാണ് സംഭവം. അപ്പോൾ അതുമായിട്ട് വന്നിട്ട് വേറെ ആൾക്കാരും ഇതിനകത്തുണ്ട്. പക്ഷേ ഇതിനകത്ത് വേറെ ആൾക്കാരുണ്ടെന്ന് പോലും അറിയുന്നത് പോലെ ഞാൻ ഈ 2020 അറിയണേ. മലയാളിയായ നേഴ്സ് ഇന്നപോലെ കൊലപാതകം നടത്തിയ ആൾ മുങ്ങിയിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഇനി ആരെങ്കിലും കൂട്ടുപ്രതി കൊണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മലയാളത്തിലുള്ള ചാനലിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് വരെ കൂട്ടുപ്രതി ഉണ്ടോ ഇല്ലെന്ന് കണ്ടുപിടിക്കാൻ ചാനലുകാർക്കാർക്കും പറ്റിയില്ലെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം വെച്ചാൽ ആരും പറഞ്ഞില്ലല്ലോ, പക്ഷെ ഞാൻ തന്നെ കണ്ടുപിടിച്ചല്ലോ. 2020 ആയി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. കാരണം വേറെ ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട്, ആരും പറഞ്ഞില്ല. ഞാൻ തന്നെ അറിഞ്ഞിട്ട് അവരോട് അങ്ങോട്ട് ചോദിക്കേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ കൂട്ടുപ്രതിയായ ഒരാൾ ഓൾറെഡി ഇപ്പോൾ ജയിലിൽ കിടപ്പുണ്ട്. ഇനി ഒരാളെ പിടിച്ചിട്ടില്ല, പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയില്ല. എന്തായാലും ഇതിനകത്ത് സംഭവിച്ച ശരിക്കുള്ള സംഭവം നമ്മൾ ഈ വന്ന ന്യൂസിലുള്ള കഥയൊന്നും അല്ല എന്നുള്ള സത്യം. നമ്മളിങ്ങനെ കാത്തിരിക്കാൻ വേണ്ടി കുറേ വർഷങ്ങളായില്ലേ. കാരണം നമ്മളെല്ലാവരും ജീവിക്കുന്നത്, ഒരു കല്യാണം കഴിച്ച് ജീവിക്കുന്നത് ഒന്നിച്ച് ആ ജീവനാന്തകാലം സന്തോഷത്തിലും സ്നേഹത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലൊക്കെ പങ്കുചേർന്ന് ജീവിക്കാൻ ഞാനൊക്കെ എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. അത് ഞാൻ ആഗ്രഹിക്കുന്നു. ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ഒരുപാട് വാരിക്കോരി ഞങ്ങൾക്ക് തന്നു. അതൊക്കെ ഞങ്ങളുടെ വിധിയായിട്ട് കൂട്ടാം, അല്ലെങ്കിൽ അറിയില്ല. എന്തായാലും ഒരു കൊച്ചു ദൈവം ഞങ്ങൾക്ക് തന്നേക്കുന്ന നല്ലൊരു കുഞ്ഞിനെ തന്നിട്ടുണ്ട്. ആ കുഞ്ഞിനെ നന്നായി വളർത്തി, നല്ല ശിക്ഷണത്തിൽ വളർത്തി, നല്ല മാതൃകാപരമായിട്ട് സമൂഹത്തിന് മുമ്പിൽ, ദൈവത്തിന് മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും ഒരു നല്ലൊരു കുഞ്ഞായി വളർത്തിയെടുക്കാൻ ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഒരപ്പനായി ഞാൻ തന്നെയാണ് ഇത്രയും നാളും എന്നെക്കൊണ്ടാവുന്നതിലൊക്കെ ഞാൻ നോക്കിയും കണ്ടുമൊക്കെ ഞാൻ ഇത്രയൊക്കെ ചെയ്ത്. ഇനിയുള്ള കാലത്തേക്ക് അത് പോരാ. കാരണം ഒരു പെൺകുഞ്ഞാണ് വളർന്നു വരുന്നത്. ആ പെൺകുഞ്ഞിൻ്റെ ഭാവിയിലേക്ക് ഞാനും എൻ്റെ ഭാര്യയും ഒത്തൊരുമിച്ച് തന്നെ ഞങ്ങളുടെ ജീവിതവും ആ കുഞ്ഞിൻ്റെ ജീവിതവും സമ്പൂർണ്ണമാകും. മമ്മ ഇപ്പോൾ തിരിച്ചു വരികയാണെങ്കിൽ മോൾ ആദ്യം എന്താ ചെയ്യുക? മമ്മേനെ കെട്ടിപ്പിടിച്ച് അന്നേരം ഞാൻ മമ്മയോട് പറയും, മമ്മേനെ കുറേ നാളായി ഇങ്ങനെ കൊതിച്ചിരിക്കുന്ന, കാത്തിരുന്ന്, അങ്ങനെയൊക്കെ ഞാൻ പറയും. ഒരുപാട് ഇഷ്ടമാണോ മമ്മേ? മമ്മയെക്കുറിച്ച് ചെറുപ്പത്തിലല്ലേ മോള് കണ്ടേ? മോളെയും കാണാൻ അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവില്ലേ ഇപ്പോൾ? ഒത്തിരിയേറെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പുറകോട്ടൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ദൈവം ഏതെല്ലാം സൈസിലൂടെയാണ് നമുക്ക് അകലം തന്നിരിക്കുന്നത്. എന്നാണ് ഇനി അടുക്കും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഞാൻ പ്രാർത്ഥനയോട് തന്നെ കാത്തിരിക്കുന്നു.